പുല്ലേ ബിജോർജ് ഓടാ പുല്ലേ ബിജോർജ് നിങ്ങളറിഞ്ഞോ പൊതുജനമേ ചാലക്കുടിയുടെ ക്രിമിറ്റോറിയം ഭരണക്കാരുടെ അനാസ്ഥ മൂലം തകർന്നു വീണതറിഞ്ഞില്ലേ? എല്ലാവർക്കും നല്ല നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്കാണ്, CPIMൻ്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ചാലക്കുടി നഗരസഭയുടെ അധീനതയിൽ വരുന്ന ക്രിമിറ്റോറിയത്തിൻ്റെ പുകക്കുഴൽ അത് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന അലംഭാവം കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യമാണ് CPM നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പുകക്കുഴൽ ലീക്കാണ്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എന്ന് പല ഈ പറയുന്ന നഗരസഭ ഭരണാധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും യാതൊരുവിധ ഇടപെടൽ നടത്തിയില്ല. ഇതിലുള്ള വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികളാണ് ഈ ക്രിമിറ്റോറിയത്തെ അധികം ആശ്രയിക്കുന്നത്. നമുക്കറിയാം, 3 സെൻറ്റ് 4 സെൻറ്റ് 5 സെൻറ്റ് വരുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ വലിയ പന്തലിട്ട് സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഈ അവസരത്തിലാണ് ചാലക്കുടിയിലെ ക്രിമിറ്റോറിയം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറിയത്. പക്ഷേ അവിടെയാണ് ഈ നഗരസഭയുടെ അലംഭാവം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പുകക്കുഴൽ ഒടിഞ്ഞു വീഴാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. പോടാ പുല്ലേ എബി ജോർജ് ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ ഭരണാധികാരിക്കെതിരെ മുദ്രാവാക്യങ്ങൾ അടങ്ങുന്ന സമരക്കാരിപ്പോൾ രംഗത്ത് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ വിഷയങ്ങൾ ഈ ചാലക്കുടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് വന്ന അലംഭാവം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നോക്കി നടത്താനോ കാര്യങ്ങൾ ചെയ്യാനോ ഇവർക്കൊന്നും ആയിട്ടില്ല. ഇവർക്ക് അതിനുള്ള സമയമില്ല. ഇവർക്ക് മറ്റ് ഗ്രൂപ്പ് തർക്കങ്ങളാണ്. ഇതൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന സംഭവം. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മരിക്കേണ്ടവർ ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് മരിക്കുക, അതല്ലെങ്കിൽ ചാലക്കുടി ക്രിമിറ്റോറിയം മെയിൻ്റെനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 4 ആഴ്ചയോ 1 മാസമോ കഴിച്ച് മരിക്കാനുള്ളവർ മരിച്ചാൽ മതി, ചാലക്കുടി ക്രിമിറ്റോറിയം മെയിൻ്റെനൻസ് വർക്കിലാണ് എന്ന് തമാശ രൂപേണ പറഞ്ഞുകൊണ്ട് തന്നെ ചാലക്കുടി നഗരസഭയെ, ഈ നഗരസഭയുടെ കഴിവുകേടിനെയും അലംഭാവത്തിനുമെതിരെ CPIM നേതൃത്വം ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഈ വിഷയം മുൻകൂട്ടി തന്നെ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, ഈ ക്രിമിറ്റോറിയം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു ഉപകാരപ്രദമായേനെ. പക്ഷേ ഒന്നും തന്നെ ചെയ്യാതെ ഇത് ഒടിഞ്ഞു വീഴുന്നത് വരെ കാത്തിരുന്ന ചാലക്കുടി നഗരസഭാ ഭരണ നേതൃത്വത്തിനെതിരെ, കസേര മനുഷ്യന്മാർക്കെതിരെയാണ് ഈ ചാലക്കുടിയിലെ CPIM നേതൃത്വം ഇപ്പോൾ ഈ നഗരം ചുറ്റി, ടൗൺ ചുറ്റിയുള്ള ഒരു പ്രതിഷേധത്തിന് വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നഗരസഭ ക്രിമിറ്റോറിയം ഭരണക്കാരുടെ അനാസ്ഥ മൂലം തകർന്നറിഞ്ഞില്ലേ നാട്ടാരെ, ഓടാ പുല്ലേ ബിജോർജ് പ്രതിഷേധ സമരങ്ങളാണിരിക്കുമ്പോൾ ഓടാ പുല്ലേ ബിജോർജ് CPIM സിന്ദാബാദ്. പ്രതിഷേധം. ഓടാ പുല്ലേ ബിജോർജ്. ചാലക്കുടിയെ സംബന്ധിച്ച് വളരെ ദയനീയമായ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നും ഈ പശ്ചാത്തലത്തിൽ ഈ കൗൺസിൽ രാജിച്ചു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ മുതൽ ഡെഡ് ബോഡി മറവ് ചെയ്യാനായിട്ട് സാഹചര്യം ചാലക്കുടിക്കില്ല. നമ്മുടെ മുനിസിപ്പാലിറ്റി മാത്രമല്ല, അതിരപ്പള്ളി അടക്കമുള്ള പഞ്ചായത്തുകൾ മുഴുവൻ അത്യാവശ്യം ബോഡികളെല്ലാം ഇവിടെ സംസ്കരിക്കുന്നത്.
ആളൂരായാലും കൊടകര ആയാലും എല്ലാ പ്രദേശങ്ങളിലും ഇതെല്ലാം സ്തംഭനാവസ്ഥയിലേക്ക് വരാൻ പോകണം. ഇപ്പോൾ ഇത് അറിയാത്ത സംഭവമല്ല. LDF നിരവധി പ്രാവശ്യം ആ പോക്കുകൾ ക്ലീനാക്കണം, അതിൽ കട്ടിപ്പിടിച്ച് കിടക്കാണ് എഴുതി കൊടുത്തിട്ടുണ്ട്, നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് അതിന് മുമ്പിൽ. പക്ഷേ അതൊന്നും വഹിക്കാതെയാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഈ ക്രിമിറ്റോറിയം അതിൻ്റെ സ്തംഭനാവസ്ഥയിലേക്ക് എത്തി. ക്രിമിറ്റോറിയം സംബന്ധിച്ച് പറഞ്ഞ സഹാക്കൾ പറഞ്ഞു, നമുക്കറിയാം ഇത് വരരുന്ന് ആഗ്രഹിച്ച കോൺഗ്രസ് അവരെ ഭരണം കിട്ടിയപ്പോൾ തകർക്കാനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാരണവശാലും ക്രിമിറ്റോറിയം ഉണ്ടാവാൻ പാടില്ല ചാലക്കുടിൽ എന്ന് ആഗ്രഹിച്ച കോൺഗ്രസ് പാർട്ടി ഈ ഭരണം വന്നതിന് ശേഷം ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടു, അവിടെ വെള്ളത്തിൽ അവിടെ ശേഖരിച്ച് വെച്ച ചിതാഭസ്മം മുഴുവൻ, എല്ലിൻ്റെ കഷ്ണങ്ങൾ മുഴുവൻ എല്ലാം അലിഞ്ഞിറക്കായിരുന്നു. ഇവിടെ മൃതദേഹം നല്ല രീതിയിൽ സംസ്കരിക്കേണ്ട പ്രദേശം ഈ രീതിയിൽ മാലിന്യമാക്കാവുന്ന രീതിയിലുള്ള ഈ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പുകക്കുഴൽ കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്യാതെ അത് ക്ലീൻ ചെയ്യാതെ അവിടെ പുക മുകളിലേക്ക് പോകാതെ അവിടെ തന്നെ അങ്ങനെ കെട്ടിക്കിടക്കാണ്. ഇപ്പോൾ കരിയടക്കമുള്ള പുകകൾ അവിടെ ബോഡി സംസ്കരിക്കാൻ കൊണ്ടുവരുന്ന ആളുകൾ അത് എല്ലാം ഏറ്റ് നിൽക്കേണ്ട ഗതികേടുണ്ടാവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത രീതിയിലുള്ള ദുർഗന്ധം ഉണ്ടാകുന്നു. പലതവണ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും നഗരസഭ ഭരണാധികാരികളെയും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടപ്പോൾ ഒക്കെ അലസമായ സമീപനം സ്വീകരിക്കുകയാണ്. ഇത് തകരാണെങ്കിൽ തകരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ചാലക്കുടി നഗരസഭാ ക്രിമറ്റോറിയത്തിൻ്റെ പുകക്കുഴിൽ താഴെ വെച്ച് വട്ടമൊടിഞ്ഞ് വീഴാണ്. ഇത് ചാലക്കുടി നഗരസഭയ്ക്ക് ഭരണത്തിന് നേതൃത്വം നൽകുന്ന അന്തന്മാരും ഉപദ്രവന്മാരാണോ? എത്രയോ തവണ അവിടെ ബോഡി സംസ്കരിക്കാൻ വരുന്ന ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകൾ എത്രയോ തവണ നഗരസഭയുടെ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ഭരണസമിതി നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവസ്ഥയുണ്ട്, പുക പോകുന്നില്ല, പുകയെല്ലാം തളം കെട്ടി നിൽക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് ദുർഗന്ധപരമാണ്. എന്താ പറയുന്നത്? നഗരസഭ ഭരണാധികാരികളുടെ ജൽപ്പനങ്ങൾ എന്തായിരുന്നു? അതെല്ലാം ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരത് കൃത്യപോലെ ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്തപ്പോഴത്തെ അവസ്ഥ? AMC കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കമ്പനിക്ക്, അവരാ പണി ചെയ്യുന്നുണ്ടോ? അവരെ കൊണ്ട് ആ പണി ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഭരണ നേതൃത്വം എടുക്കുന്നുണ്ടോ? എടുക്കുന്നില്ല. ഇത് തികഞ്ഞ വെല്ലുവിളിയാണ്. ഇനിയിപ്പോൾ എത്ര ദിവസം വേണം ആ പുകക്കുഴൽ പഴയ രീതിയിലേക്ക് സ്ഥാപിക്കാനായിട്ട്? അപ്പോൾ അത്രയും ദിവസം അവിടെ വരുന്ന ആളുകൾ എന്ത് ചെയ്യും? ബോഡി സംസ്കരിക്കാനുള്ള ആളുകൾ എന്താ ചെയ്യുക? ഇന്നിപ്പോൾ ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം, ഒരു ബോഡി സംസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പുകക്കുഴൽ ഒടിഞ്ഞു വീഴുന്നത്. ആ പുകക്കുഴൽ ഒടിഞ്ഞു വീണാൽ അവിടെ ബോഡി കത്താതിരിക്കില്ല, പകരം ആ ബോഡി കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും പുകയുമെല്ലാം അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കും. അതിൻ്റെ ഭാഗമായിട്ട് സമീപ പ്രദേശത്തേക്ക് അത് വ്യാപിപ്പിക്കും. അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും. കാരണം അവിടെയെല്ലാം താമസിക്കുന്ന മനുഷ്യന്മാരാണ്. ചാലക്കുടി നഗരസഭയും സമീപ പഞ്ചായത്തുള്ള 7 പഞ്ചായത്തുകളുടെയും പാവപ്പെട്ടവരായ സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന അതിനാശ്രയിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ കീഴിലുള്ള ക്രിമിറ്റോറിയം കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് തകർന്നു വീഴുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM-ന് ഇടതുപക്ഷത്തിന് ഇതുപോലെയുള്ളൊരു സമരം ഏറ്റെടുക്കാനും അടിയന്തരമായി വിളിച്ചു ചേർക്കാനും തയ്യാറാവാൻ സാധിച്ചത്. ക്രിമിറ്റോറിയത്തിനകത്ത് അറ്റകുറ്റപ്പണികൾ നടത്തണം, അതുപോലെ തന്നെ മെയിൻ്റനൻസ് വർക്ക് നടത്തണമെന്ന് പല തവണ ബന്ധപ്പെട്ട മുനിസിപ്പൽ ചെയർമാനോടും അതുപോലെ തന്നെ ഹെൽത്ത് ചെയർമാനോടടക്കം സൂചിപ്പിച്ചിട്ട് പോലും വേണ്ടത്ര ഗൗരവം കാണിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ചാലക്കുടിക്കകത്തെ സമീപ പഞ്ചായത്തുകളെ സാധാരണക്കാരായ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് എടുത്തത്. അതിൻ്റെ ഭാഗമായാണ് പ്രിയപ്പെട്ടവരെ ഇത്ര ദിവസക്കാലമായിട്ടും ആ ക്രിമിറ്റോറിയത്തിനകത്ത് അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവാതിരുന്നത്. ഇന്ന് അതിൻ്റെ ഭാഗമായി ആ സാധനം തകർന്നു വീണത്. എന്നിട്ട് അടിയന്തരമായി ഒരു വാട്സപ്പ് മെസ്സേജ് വിട്ടേക്കെന്ന് എല്ലാ ഗ്രൂപ്പിലും വന്നിട്ടുണ്ട്. എന്താ മെസ്സേജ്? കുറച്ച് ദിവസത്തേക്ക് ശവസംസ്കാര ചടങ്ങ് പരിപാടികൾ അവിടെ നടക്കില്ല, ഭൗതിക ശരീരം അവിടെ ദഹിപ്പിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. എന്ത് തെമ്മാടിത്തരമാണ് ബന്ധപ്പെട്ട ചെയർമാൻ ഇവിടെ ജനങ്ങളോട് പറയുന്നത്? ജനങ്ങളെ വെല്ലുവിളിക്കല്ലേ? ഇയാളുടെ എത്ര തവണ എത്ര കാലം മുമ്പ് സമീപിച്ചതാ, അദ്ദേഹത്തിന് അത് നോക്കാൻ നേരമില്ല. ഇന്ന് അടിയന്തരമായി വിളിച്ചു ചേർത്ത ഒരു സമരമാണിത്, പെട്ടെന്ന് നടത്തി തീർത്ത. അതുകൊണ്ട് ഞങ്ങൾ സമാധാനപരമായി ഇവിടെ പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷേ അടിയന്തരമായി ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പണി ഇവിടെ പൂർത്തീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പുകക്കുഴൽ നിർമ്മാണമടക്കം എല്ലാ മെയിൻ്റനൻസ് വർക്കും ബന്ധപ്പെട്ട അധികാരികൾ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും മുനിസിപ്പാലിറ്റിക്ക്. നല്ലവണ്ണം മനസ്സിലാക്കുക. ചാലക്കുടി നഗരസഭയെയും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളെയും സംസ്കാരം നടത്തുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടി ക്രിമിറ്റോറിയം. ആ ക്രിമിറ്റോറിയം തകർക്കുക മൂലം
ഇവിടുത്തെ ജനവാസ മേഖല ആകെ തന്നെ പൊല്യൂട്ടഡായി മലിനീകരിക്കാൻ വേണ്ട അവസരം ഒരുക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ക്രിമിനൽ കുറ്റമാണ്. കാരണം ക്രിമിനൽ നടപടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടിയന്തരമായി ഈ നഗരസഭയ്ക്ക് എതിരെ, നഗരസഭാ ചെയർമാനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസ് എടുക്കണം. ഓടാ പുല്ലേ ബിജോർജ്.